ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. മെയിൽ മെർജ് സങ്കേതം ഉപയോഗിക്കുന്ന ഒരു ചോദ്യം പരിശോധിക്കാം. സ്കൂളിൽ നിന്നും പഠനയാത്രയ്ക്ക് പോകുന്നതിന് തയ്യാറായിട്ടുള്ള കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ students2.ods എന്ന ഫയൽ നൽകിയിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് രക്ഷിതാക്കൾ നൽകേണ്ടുന്ന സമ്മതപത്രത്തിന്റെ മാതൃക എക്സാം ഡോക്യുമെന്റ്സിലുള്ള consent.odt എന്ന ഫയൽ നൽകിയിരിക്കുന്നു. students2.ods ഫയലിലെ വിവരങ്ങൾ ഉപയോഗിച്ച് ഓരോ രക്ഷിതാവും നൽകേണ്ടുന്ന സമ്മതപത്രം മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. സൂചനകൾ തന്നിട്ടുണ്ട്. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള consent.odt എന്ന ഫയൽ LibreOffice റൈറ്ററിൽ തുറക്കുക. കുട്ടികളുടെ പേര്, നെയിം ഓഫ് സ്റ്റുഡന്റ്, വീട്ടുപേര്, ഹൌസ് നെയിം, രക്ഷിതാവിന്റെ പേര്, നെയിം ഓഫ് ഗാർഡിയൻ എന്നിവ students2.ods എന്ന ഫയലിൽ നിന്ന് ഉൾപ്പെടുത്തുക. ഈ കത്തുകൾ സേവ് ചെയ്യുക. ദ ഫയൽ students2.ods in the folder exam documents in home contains the details of students who are participating in the study tour from school. A model of the consent letter to be signed by parent is given in the folder exam documents in home with the name consent.odt. Prepare the consent letter for each parent using the technique mail merge. Open the file consent.odt from the folder exam documents in home using mail merge. Include the files name of students, house name and name of parent from the file students2.ods. ആദ്യം ഫയൽ തുറക്കാം. consent.odt എന്ന ഫയൽ തുറക്കണം. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള കൺസെന്റ് എന്ന ഫയൽ തുറക്കുക. ഇതിലേക്ക് മെയിൽ മെർജ് സങ്കേതത്തിന്റെ സാധ്യത ഉപയോഗിച്ച് എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള കൺസെന്റ് ലെറ്റർ തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെയിൽ മെർജ് ചേർക്കുന്നതിന് വേണ്ടിയിട്ടായി ഇൻസേർട്ട്, ഫീൽഡ്സ്, മോർ ഫീൽഡ്സ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡേറ്റാബേസ് എന്ന ടാബിൽ മെയിൽ മെർജ് ഫീൽഡ്സ് തിരഞ്ഞെടുക്കുക. ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ ചേർക്കാം. എക്സാം ഡോക്യുമെന്റ്സിലെ സ്റ്റുഡൻസ് ടൂർ എന്ന ഫയൽ തുറക്കുക. ആ ഫയൽ വന്നു കഴിഞ്ഞു. ആ ഫയലിലെ വിവരങ്ങൾ കാണുന്നതിനായി ഈ വലതുവശത്തേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് അത് താഴേക്കാക്കുന്നു. അപ്പോൾ വരുന്ന ഡേറ്റാബേസിലെയും വലതുവശത്തേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ തലക്കെട്ടുകളെല്ലാം നമുക്കിവിടെ ദൃശ്യമായിരിക്കുന്നു. ഈ ഫയലിലെ വിവരങ്ങൾ ഇതിലേക്ക് ചേർക്കാനായി നെയിം ഓഫ് സ്റ്റുഡന്റ് എന്ന സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്യുക. നെയിം ഓഫ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഡേറ്റാബേസിന്റെ ആ ഫീൽഡിൽ നെയിം ഓഫ് സ്റ്റുഡന്റിൽ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ തലക്കെട്ട് ഇവിടേക്ക് ഈ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന റൈറ്റർ ഫയലിലേക്ക് വന്നിരിക്കുന്നു. ഹൌസ് നെയിം ഡബിൾ ക്ലിക്ക് ചെയ്തോ ക്ലിക്ക് ഇൻസേർട്ട് ചെയ്തോ ഡ്രാഗ് ചെയ്തോ ഉൾപ്പെടുത്താം. നെയിം ഓഫ് ഗാർഡിയൻ. ഇത്രയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ശേഷം ഇതിനെ ക്ലോസ് ചെയ്യാം. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് മെയിൽ മെർജിലൂടെ ചെയ്യേണ്ടുന്നത്. ഇതെല്ലാം തയ്യാറാക്കിയിരിക്കുന്ന ഒറ്റ ഫയൽ തയ്യാറാക്കാനായി ഫയൽ മെനുവിൽ നിന്നും പ്രിന്റ് തിരഞ്ഞെടുക്കുക. ഒരു അഡ്രസ് ഡേറ്റാബേസ് ഫീൽഡ് ഇതിലുള്ള ഉണ്ട്. അതിന് അനുവാദം നൽകുക, യെസ് നൽകുക. അതിൽ നിന്നും ഔട്ട്പുട്ട് പ്രിന്റർ മാറ്റി ഫയലാക്കുക. സേവ് ആസ് സിംഗിൾ ഡോക്യുമെന്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനെ സേവ് ചെയ്യുന്നത് ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ സേവ് ചെയ്യണം. മെർജ് ചെയ്ത ഫയൽ സേവായി. ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിന്നും ആ ഫയൽ ഓപ്പൺ ചെയ്താൽ
എല്ലാ കുട്ടികളുടെയും കൺസേൺ ലെറ്റർ ഇതുപോലെ തയ്യാറായിട്ടുണ്ടാവും. IT വീഡിയോ ക്ലാസുകൾ ഇനി മൊബൈൽ ആപ്പിലും. പ്ലേ സ്റ്റോറിൽ നിന്നും വിപിൻ മഹാത്മാ മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.